അഭിമുഖത്തിന് PR ഏജൻസി വിവാദത്തിൽ മുഖ്യമന്ത്രിയുടെ മറുപടിയിൽ അവ്യക്തത. താനോ സർക്കാരോ PR ഏജൻസിയെ നിയോഗിച്ചില്ലെന്നായിരുന്നു പിണറായി വിജയന്റെ വിശദീകരണം. PR ഏജൻസി പ്രതിനിധി അഭിമുഖ സമയത്തുണ്ടായിരുന്നുവെന്നും പത്രപ്രതിനിധി എന്നാണ് കരുതിയതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇന്റർവ്യൂ പ്രസിദ്ധീകരിച്ചു വന്നപ്പോൾ ആ പ്രസിദ്ധീകരിച്ചതിൽ ഞാൻ പറയാത്ത ഭാഗമുണ്ടായി. എന്നോട് ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം ഞാൻ കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞാണ്. നിങ്ങൾക്ക് അറിയാലോ ഞാൻ എൻ്റെ നിലപാടുകൾ എന്താണെന്നുള്ളത്. ഈ ഒരു ജില്ലയെ, ഏതെങ്കിലും ഒരു ജില്ലയെയോ ഏതെങ്കിലും ഒരു വിഭാഗത്തെയോ പ്രത്യേകമായി കുറ്റപ്പെടുത്തി അങ്ങനെ സംസാരിക്കുന്ന ഒരു രീതി എൻ്റെ ഒരു പൊതുപ്രവർത്തന രംഗത്ത് നിങ്ങൾക്കാർക്കെങ്കിലും കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇതേവരെ? അങ്ങനെ ഒരു നില എൻ്റെ ഭാഗത്തുനിന്നുണ്ടാവില്ല. പക്ഷെ ഇവർക്ക് അതിൻ്റെ അത്തരത്തിലുള്ള ഒരു എൻ്റേതായിട്ട് എങ്ങനെ കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് മനസ്സിലാക്കാനേ കഴിയാത്ത കാര്യമാണ്. അതിന് പിന്നെ അവരുടെ വിശദീകരണം വന്നിട്ടുണ്ട്. ഇതിൽ കാണേണ്ടത് ഞങ്ങളൊരു ഏജൻസിയെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. ഞങ്ങളെന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഒരു ഏജൻസിയെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. അത്തരം ഒരു ഏജൻസിയും ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്നു. നിങ്ങൾ തമ്മിലുള്ള മാധ്യമങ്ങൾ തമ്മിലുള്ള പോരിന് എന്നെ ഇടയാക്കരുത്. നിങ്ങൾ ആ വഴി സ്വീകരിക്കരുത്. ഹിന്ദുവിനെ പറ്റി ഞാൻ പറഞ്ഞു, ഹിന്ദു മാന്യമായ നിലപാടാണ് സ്വീകരിച്ചത്. നിങ്ങളാണെങ്കിൽ സ്വീകരിക്കില്ല. ആ മാന്യമായ നിലപാടെന്ന് പറഞ്ഞാൽ അത് ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു. മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ, മുഖ്യമന്ത്രി പറയാത്ത കാര്യങ്ങൾ ഉൾപ്പെടുത്തിയത് ശരിയായില്ല എന്ന് തന്നെ അവർ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കൃത്യമായി പറഞ്ഞല്ലോ അതിന്റെ കാര്യങ്ങൾ. അതിന് അവരും മാന്യമായ നിലപാടെടുത്തല്ലോ. ഡാമേജ് ഉണ്ടാക്കാൻ വേണ്ടിയല്ലേ നിങ്ങൾ എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എത്രമാത്രം ഡാമേജ് എനിക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്നാണല്ലോ നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആ മോഹത്തോടു കൂടി തന്നെ നിങ്ങൾ നിൽക്കുന്നതേ എനിക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് മാത്രം ഡാമേജായി പോകുന്ന ഒരു വ്യക്തിത്വമല്ല എനിക്കുള്ളത് എന്നത് ആവർത്തിച്ച് വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്നാൽ താൻ പറയാത്ത കാര്യം അഭിമുഖത്തിൽ വന്നെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി അതിൽ നടപടി ഉണ്ടാകുമോ എന്ന് വ്യക്തമാക്കിയിട്ടില്ല. VV അരുണിന്റെ റിപ്പോർട്ടിലേക്ക്. PR ഏജൻസി വിവാദത്തിൽ തികച്ചും ദുർബലമായ വാദമുഖങ്ങളായിരുന്നു വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിച്ചത്. അത്തരമൊരു ഇന്റർവ്യൂ താൻ പറയാത്ത കാര്യമാണ് പറഞ്ഞതെന്ന് മുഖ്യമന്ത്രി സ്ഥിരീകരിച്ചു. എന്നാൽ തനിക്ക് ഒരു PR ഏജൻസിയോ താനോ സർക്കാരോ പണം കൊടുത്ത് ഒരു PR ഏജൻസിയും വച്ചിട്ടില്ല എന്ന വാദമാണ് മുഖ്യമന്ത്രി മുന്നോട്ട് വച്ചത്. ഞങ്ങളൊരു ഏജൻസിയെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. ഞങ്ങളെന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ഒരു ഏജൻസിയെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. അത്തരം ഒരു ഏജൻസിയും ഗവൺമെന്റിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നുമില്ല. നിങ്ങൾ തമ്മിലുള്ള മാധ്യമങ്ങൾ തമ്മിലുള്ള പോരിന് എന്നെ ഇടയാക്കരുത്. നിങ്ങൾ ആ വഴി സ്വീകരിക്കരുത്. ഹിന്ദുവിനെ പറ്റി ഞാൻ പറഞ്ഞു, ഹിന്ദു മാന്യമായ നിലപാടാണ് സ്വീകരിച്ചത്. നിങ്ങളാണെങ്കിൽ സ്വീകരിക്കില്ല. ആ മാന്യമായ നിലപാടെന്ന് പറഞ്ഞാൽ അത് ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു. മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ, മുഖ്യമന്ത്രി പറയാത്ത കാര്യങ്ങൾ ഉൾപ്പെടുത്തിയത് ശരിയായില്ല എന്ന് തന്നെ അവർ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇതിനപ്പുറം ഒരു തരത്തിലും എന്തിനാണ് ഈ ഒരു ഏജൻസി ഇങ്ങനെ മുഖ്യമന്ത്രി പറയാത്ത കാര്യങ്ങൾ പറഞ്ഞതെങ്കിൽ അവർക്ക് നിയമ നടപടി സ്വീകരിക്കാൻ തയ്യാറാകുമെന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല. TK ദേവകുമാർ എന്ന CPMന്റെ മുൻ MLAയുടെ മകൻ തന്റെ പരിചയക്കാരനാണ്. അയാൾ പറഞ്ഞതുകൊണ്ട് മാത്രം ഹിന്ദുവിന് അഭിമുഖം കൊടുത്തു എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. അഭിമുഖ സമയത്ത് ഈ ലേഖികയ്ക്കും ഈ ദേവകുമാറിന്റെ മകനുമൊപ്പം ഒരാൾ കൂടി അഭിമുഖ സമയത്ത് വന്നു. അത് ഹിന്ദുവിന്റെ പ്രതിനിധിയായിരുന്നു എന്നാണ് താൻ വിചാരിച്ചത്. അതിനപ്പുറത്തേക്ക് അയാൾ ആരാണെന്ന് അറിയില്ല എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. പക്ഷെ അതേസമയം ഈ പറയുന്ന ഏതെങ്കിലും ഭാഗം അവരവരെടുക്കുന്ന വാങ്ങിയിട്ടുണ്ടോ, ഈ പറയുന്ന ചെറുപ്പക്കാരനെടുക്കുന്ന വാങ്ങിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ട കാര്യമാണ്. അവിടെ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ കൂടി കടന്നു വരുന്നുണ്ട്. ഇവർ രണ്ടാളാണ് ആദ്യം വന്നത്, പിന്നെ ഒരാൾ കൂടി കടന്നു വരുന്നുണ്ട്. ഞാൻ അയാളെ കാണുന്നത് എങ്ങനെയാ? ഈ വന്ന ഹിന്ദുവിന്റെ മാധ്യമ പ്രവർത്തകരുടെ കൂടെയുള്ള ആളെന്നേ ഞാൻ മനസ്സിലാക്കുന്നുള്ളൂ. പിന്നെയാണ് പറയുന്നത് അത് ഏതോ ഒരു ഏജൻസിയുടെ ആളാണെന്ന്. എനിക്ക് അത്തരം ഒരു ഏജൻസി അറിയില്ല. ആ വന്നയാളെ എനിക്കറിയുന്നതല്ല. അവിടെ വന്നിരുന്നു എന്നുള്ളത് ശരിയാണ്. ഞാൻ കേരള ഹൗസിൽ ഇരിക്കുന്ന സമയത്താണ് അത് നടക്കുന്നത്. എന്നാൽ മുഖ്യമന്ത്രിയുടെ ഈ വാദമുഖങ്ങളിൽ വലിയ സംശയമാണ് ഉയരുന്നത്. കാരണം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അഭിമുഖമാകട്ടെ അദ്ദേഹത്തിന്റെ ഓഫീസിലേക്കാകട്ടെ അനുമതിയില്ലാതെ ആർക്കും കടന്നു വരാൻ കഴിയില്ല എന്നതാണ് വസ്തുത. മുഖ്യമന്ത്രി
ഡൽഹി കേരള ഹൗസിൽ ഇത്തരം ഒരു അഭിമുഖം നൽകുമ്പോൾ ഒരാൾ പരിചയമില്ലാത്ത ഒരാൾ എങ്ങനെ കടന്നു വന്നു ചോദ്യത്തിന് കൃത്യമായ മറുപടി അദ്ദേഹത്തിന് പറയാൻ കഴിഞ്ഞിട്ടില്ല. മാത്രവുമല്ല, മുഖ്യമന്ത്രി പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു, അത് വലിയ ഡാമേജ് ഉണ്ടാക്കി അദ്ദേഹം സമ്മതിക്കുന്നു. അങ്ങനെ ഡാമേജ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് അതിനെതിരെ നിയമ നടപടിക്ക് സർക്കാരോ മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ല എന്നതും വലിയ ചോദ്യമായി അവശേഷിക്കുകയാണ്. വി അരുണിന്റെ റിപ്പോർട്ടാണ് കണ്ടത്.